കേട്ടോ. അപ്പൊ നമുക്ക് പറയാട്ടോ. റെഡി 1 2 ആയില്ല. അപ്പൊ ഒന്നുകൂടെ ലിജി ഉറക്കം പറയടാ. റെഡി 1 2 3 സ്റ്റാർട്ട്. നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസത്തെ ബാക്കി പുൽക്കൂട് കെട്ടുവാണ്. ബാക്കി എല്ലാം സെറ്റാക്കി ഓക്കെ ഉണ്ണിയേശുവിനെ എടുത്ത് വെക്കാം. ഇപ്പൊ വെക്കാൻ പറ്റത്തില്ലല്ലോ. എന്താ അത് ക്രിസ്മസിന്റെ അന്നല്ലേ വെക്കുന്നത്? അല്ല, വെക്കാം. എന്താ കുടിക്കുന്നേ? റൈസ് സൂപ്പാണോ കാണിച്ചേ? റൈസ് സൂപ്പ് എല്ലാരും കാണിച്ചേ. കഞ്ഞി വെള്ളം അല്ലേ? കഞ്ഞി വെള്ളം കുടിക്കണം. കഞ്ഞി വെള്ളം. അപ്പൊ ലിജി കൊച്ചു പറഞ്ഞ അത് എന്താ അവിടെ വിളിച്ചിരിക്കുന്ന? ബാ അവിടെ ചുമ്മാ പറഞ്ഞ അവിടെ ഇവിടെ നോക്കി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇറങ്ങി ഓടുന്നുണ്ടോ നോക്കണം കേട്ടോ. ഇപ്പൊ ഇറങ്ങി ഓടൂല്ലേ? എന്നോട് വഴക്കിട്ട ഇറങ്ങി ഓടും അല്ലേ? നിരന്തരം ഇറങ്ങി ഓടുന്നത് കാണണം. എന്നും മഴക്കിടണം. അന്നേരം ഇറങ്ങി ഓടുന്നത് കാണണം. ഇറങ്ങി ഓടുന്നത് കാണാം. അപ്പൊ ലിജി പറഞ്ഞ കണക്ക് നമ്മുടെ പുൽക്കൂടിന്റെ പണി നടക്കുവാണ് കേട്ടോ. പുൽക്കൂടിന്റെ പണി എന്താ വെച്ചാല് ഇപ്പൊ ഇത്രയും പുൽക്കൂടായി. നമുക്ക് പുൽക്കൂട് ഇത്ര സെറ്റായി. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പണിയ വെച്ചാല് ഇത് അമ്മ പണിഞ്ഞ കേട്ടോ. ഈ ഗ്രില്ല് അമ്മ പണിയാണ്. അടുക്കത്തെ വെച്ചാൽ ഇവിടുത്തെ നമ്മുടെ പഴയ ഒരു ചവിട്ടി കിടന്നതാണ്. അത് മുറിച്ച് ഇതിനകത്ത് വെച്ച് പിന്നെ പുല്ലൊക്കെ ബാക്കിലൊക്കെ പുല്ല് സെറ്റ് ചെയ്ത് ഇപ്പം കഴിഞ്ഞ വർഷത്തെ ഒരു മണി ഉണ്ടായിരുന്നു, അത് കെട്ടി. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഇവിടെ അലൂമിനിയം ഫോയിൽ ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങളെ കല്യാണത്തിന് മേടിച്ച അലൂമിനിയം ഫോയിൽ അല്ലേ? അത് തെർമോ ഇത് എന്താ തിന്നാൻ മേടിച്ചോണ്ട് അപ്പൊ അലൂമിനിയം. അതെ. അപ്പോൾ വീട്ടിലെ ഓരോ സാധനങ്ങൾ വെച്ച് നമുക്ക് ക്രിസ്മസ് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. എങ്ങനെയാണെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. അതിലൊന്നും ഒരു തെറ്റൊന്നും കാണുന്നില്ല. ഏതില്ല? ട്രീയിൽ വെക്കാൻ വേണ്ടി ഇങ്ങനെ കുറേ സാധനം വാവ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മുടെ പ്രോഗ്രാം ഇത് ഇവിടെ വരെ സെറ്റായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ പുൽക്കൂടൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ ദിവസം സാധനങ്ങളൊക്കെ വേസ്റ്റൊക്കെ ഇവിടെ കിടപ്പുണ്ട്. പിന്നെ അതെ ഈ ലിജി ഉണ്ടാക്കിയൊരു സാധനം കേട്ടോ മുമ്പ്. അത് തകർന്ന് തരിപ്പണം. ഇതിനകത്ത് കയർ ആവശ്യമായിട്ട് വരുമ്പോൾ ഞങ്ങൾ ഇതിനകത്തൊക്കെ പൊട്ടിച്ചെടുക്കും. അപ്പോൾ ഇത് ഫുള്ള് അറുത്തെടുക്കാൻ പോവാം. ഓക്കെ അത് നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കാം. ലിജി നമുക്ക് പുതിയതായിട്ട് ഉണ്ടാക്കാവേ. പോരെ? ഇവിടെ കിടന്നാൽ മതിയോ? ആ കാറ് മൊത്തത്തിൽ എടുക്കാം. അതിൽ പുതിയതായിട്ട് ഉണ്ടാക്കാം അല്ലേ? പുതിയതായിട്ട് ഉണ്ടാക്കാം നമുക്ക്. കയറ് കൊള്ളൂല. ആ കയറ് വേണ്ട, നമുക്കിത് പൊട്ടിച്ചെടുക്കാം. കാരണം ഇവിടെ നമുക്ക് സ്റ്റാർ ഇടാറുണ്ട്. എടുത്തോ, കട്ട് ചെയ്തോ. ഒറ്റക്കട്ട് വെട്ടരുത്. വെട്ടി കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ സാധനം. ഈ സാധനം നമുക്ക് മൂലയ്ക്ക് എവിടെയെങ്കിലും മാറ്റിയിടാം. കുറേ ചിരട്ടയും കാര്യങ്ങളൊക്കെ വെച്ച് ഞങ്ങൾ കുറേ ദിവസം പണിപ്പെട്ടുണ്ടാക്കിയൊരു ചെടിയൊക്കെ നടാം. അപ്പോൾ നമുക്ക് എന്തിനാ അത് ഊരി എടുത്തതെന്ന് വെച്ചാൽ ഇവിടുന്ന് ആ അറ്റത്തേക്ക് ഇവിടെ ഒരു നോബുണ്ട് കേട്ടോ. ചെറിയൊരു ഹാങ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് റോപ്പിട്ടതിന് ശേഷം നമുക്ക് സ്റ്റാർ തൂക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കേട്ടോ. വൻ പരിപാടികളാണ് പ്ലാൻ ഇട്ടേക്കുന്നത് അല്ലേ? ഇവിടെ വഴി പണിയാനല്ലേ? ആർക്ക് വരാനാ വഴി? ആർക്ക് വരാൻ? കാണാൻ വരുന്നവർക്ക് ഉള്ള വഴിയായത് വഴി പണിയാൻ പോണേ. അപ്പോൾ നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ഇടയന്മാർക്കൊക്കെ വരാൻ വേണ്ടിയുള്ള വഴിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ പ്രാവശ്യത്തെ പുൽക്കൂടാണ് കിടിലം പുൽക്കൂടാണ് പണിഞ്ഞിരിക്കുന്നത്. തറയിൽ പൊക്കി പണിയാൻ്റെ മെയിനായിട്ടുള്ള കാര്യം വെച്ചാൽ ഈ പുൽക്കൂട് വെള്ളം കയറാൻ സാധ്യതയുണ്ട് മഴ വരുമ്പോൾ. അതുകൊണ്ട് അത് തന്നെ നമ്മുടെ വെള്ളം എപ്പോഴും കയറി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇത്രയും ഹൈറ്റിൽ ഫൗണ്ടേഷനൊക്കെ സെറ്റ് ചെയ്ത് പണിഞ്ഞത് അല്ലേ ലിജി? അതെ, വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിനി ആ സംഭവം ഇത്രേ ഉള്ളൂ. ഇനി ബാക്കി പരിപാടികൾ ചെയ്യാം കേട്ടോ. ഓക്കെ, ആദ്യം നമുക്കിത് ഇവിടെ റോപ്പ് എടുപ്പുണ്ട്. ആ റോപ്പിങ് എടുക്കാം. ഈ റോപ്പ് എടുത്തിട്ട് എവിടെയാ? മെറ്റില ഇങ്ങനെ സ്ട്രൈറ്റ് ഇടാല്ലേ? മെറ്റിലിട്ടായോ അതോ പുല്ലിടണോ? ഓക്കെ, സെറ്റ്. അപ്പോൾ അത് ചെയ്യാം നമുക്ക്.
അപ്പോൾ നമുക്ക് ഈ ഇതിനകത്തുനിന്ന് ഒരു കാര്യം കിട്ടി അങ്ങോട്ടേക്ക് വേണം. കാരണം നമുക്ക് ചെറിയ സ്റ്റാറൊക്കെ മേടിക്കാൻ പ്ലാൻ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ കുരുത്തിടാം. അപ്പോൾ അതാണ് പ്ലാൻ. അപ്പോൾ ആദ്യം നമുക്ക് ഈ സംഭവം ഇവിടെ പറയും 25 വിളിക്കാം. എന്താ സ്പെഷ്യല് ക്രിസ്മസിന്? സബ്സ്ക്രൈബേഴ്സിനെ ഒന്നും വിളിക്കുന്നില്ലേ? എന്നാലും വിളിക്കണ്ടേ? ഒരു കേക്കൊക്കെ കട്ട് ചെയ്ത് പറ അന്നേരം. ക്രിസ്മസിനെ വിളിക്കുന്നു എല്ലാരോടും പറ. അതുകൊണ്ടാ 2 ദിവസം ആയത്. അല്ല, ഒറ്റ ദിവസം കൊണ്ട് കാര്യം തീർത്തേനെ. വലിയ വെയിറ്റ് പിടിക്കുന്നില്ല. ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ കുറേ ലൈറ്റും കാര്യങ്ങളുണ്ടല്ലോ. ഞാൻ അത് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിനുള്ള കണക്ഷൻ അവിടെ നിന്ന് എടുത്ത്. അപ്പോൾ കഴിഞ്ഞ വീട്ടിൽ പറയാം നമ്മുടെ 2 സ്റ്റാർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ലാഭമായി. അപ്പോൾ നമ്മൾ ഇന്നലെ നമ്മുടെ പാലക്കാടുള്ള സജിനി എന്ന് പറഞ്ഞ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് ഉണ്ടായി പുൽക്കൂടൊക്കെ എന്താ ഒരുക്കുന്നതെന്ന് ചോദിച്ചിട്ട്. അപ്പം അവിടെ നമ്മൾ വീഡിയോ വന്നിട്ടില്ല, ഫസ്റ്റ് വീഡിയോ വന്നിട്ടില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഞങ്ങൾക്ക് പറഞ്ഞത് പഴയ സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ വെച്ചിട്ട് അടിപൊളി പുൽക്കൂട് ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പുൽക്കൂട് ഉണ്ടായി കാണിക്കാമെന്ന് കരുതി പഴയ സാധനങ്ങളൊക്കെ വെച്ചിട്ട്. അതുകൊണ്ടാണ് പഴയ സാധനങ്ങളൊക്കെ എടുത്തത് മെയിനായിട്ട് കട്ട് ചെയ്ത്. മാവ വഴി ഉണ്ടാക്കണം കേട്ടോ. കുളം ഉണ്ടാക്കി കുളം കാണിക്കാൻ. കുളത്തിനകത്ത് മീനെ ഇടണം. സൂപ്പർവൈസർ ഞങ്ങളുടെ സൂപ്പർവൈസർ ഇട്ടിരിപ്പുണ്ടേ. സൂപ്പർവൈസർ ചെയ്യിപ്പിക്കുക, പണി ചെയ്യിക്കുക, ഇങ്ങനെ ചെയ്തെന്നുള്ളത്. എന്തോ വാവ ഉണ്ടാക്കുന്നത്? എന്ത് വാവേ? റോഡ് ആണോ? അപ്പോൾ വേണ്ടേ വാവ കുളം ഉണ്ടാക്കിയത് കണ്ടോ? സാധനം എന്താന്ന് കണ്ടോ? പഴയ ഒരു തവ നമ്മൾ ഉപയോഗിക്കാത്തത്. പിന്നെ ക്രിസ്മസ് ട്രീ ഉണ്ട്. കൂട് ഫുള്ളായി കേട്ടോ. അല്ല എന്തുവാ, കൂട് റെഡി ആയിട്ടുണ്ട്. പുൽക്കൂട് തൊട്ടാ പോരുന്ന കൂടാലി കെട്ടി വെച്ചിട്ടില്ല. അതെ, എല്ലാം പുല്ല് വാരി ഇട്ടിട്ടേ ഉള്ളു. കെട്ടണം. ഇനി കണ്ടാ കുട്ടൻ ഇരുന്നുണ്ട് ബൾബൊക്കെ റെഡിയാക്കുക നമ്മുടെ. അതെ, സൂപ്പർവൈസർ എന്താ മിണ്ടാതിരിക്കുന്നതെന്ന് പറയാൻ തരും. പറ്റൂ. അവിടെ നിന്ന് ഓർഡർ ഇട്ടാ മതിയല്ലോ, ഇന്നതുപോലെ ചെയ്യും ഇന്നതുപോലെ ചെയ്യുന്ന. എന്നിട്ട് അനങ്ങണ്ടല്ലോ. കസേരയിൽ ഇരുന്നുള്ള വാചകടി എന്തുവാ? പിന്നെ ആവുമ്പോ പിന്നെ ആവുമ്പോ അവൻ ചെയ്യത്തില്ല, അവൻ മടിയല്ലയോ. അതുകൊണ്ട് നേരത്തെ ചെയ്യാൻ പറഞ്ഞതില്ലയോ. അവന് സമയമില്ല. തീർന്നോ? റെഡിയാക്കി നോക്കുക, ശരിയാവെന്ന് അറിയത്തില്ല. പഴയ ലൈറ്റ് ആയിരുന്നു. അതിന്റെ കുറെ വയറൊക്കെ പൊട്ടി പെയിലൊക്കെ കടിച്ചു പോയി. ഞാൻ അതൊക്കെ ജോയിന്റ് ചെയ്ത് വിടുവാ. അഥവാ എവിടെയും തൊട്ടാല് ഇടിക്കടിക്കുക ചെയ്യുമ്പോഴേ നിറത്തടിക്കുമല്ലേ. കത്തുന്നില്ല. അത് ഇന്നലെ കത്തിയ സാധനം എന്തി? അത് വേറെ, അതുണ്ട്, അത് കത്തും. ഇത് കത്തുന്നില്ല. വർഷങ്ങളായി ഇത് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അതെ ഉപയോഗിക്കാതിരുന്നതാ. നോക്കട്ടെ. വയറിരുന്ന് പൊടിയെ തോന്നുമില്ലല്ലോ. കുളത്തിനകത്ത് വെള്ളം ഒഴിക്കുന്നില്ല ഇവിടെ. വെള്ളം ഒഴിക്കണം. അങ്ങനെ പമ്പ് ചെയ്യുവാന്നോ അതോ? അത് സൂപ്പർവൈസർ പറഞ്ഞെങ്കിലേ പറ്റൂല്ലയോ. അകത്തൊരു വ്യക്തി ഇരിക്കുന്നുണ്ടോ?
TV ആണോ? വാർത്ത കേൾക്കുക. പുൽക്കൂടൊന്നും പണി ഇറങ്ങി വരുന്നില്ലയോ? പുൽക്കൂടൊന്നും പണി ഇറങ്ങി വരുന്നില്ലയോ ഒന്ന്? പുൽക്കൂട് പണിയാൻ ഇറങ്ങി വരുന്നില്ലയോ? ഞങ്ങള് പണിഞ്ഞോളെ. ചേട്ടാ ഇതെടുത്ത് ഇതുവഴി ഒന്ന് കുത്തിയിട് ചേട്ടാ. ഇതെടുത്ത് ഇതുവഴി കുത്തിയിട്. എന്നിട്ട് കഥവ് അടച്ചേരെ. ഇപ്പൊ നമ്മുടെ ലൈറ്റ് എല്ലാം നല്ലതുപോലെ കത്തുന്നുണ്ട് കേട്ടോ. ഈ ഒരു ലൈറ്റ് മാത്രമേ ഉള്ളൂ കത്തുന്നത്. ഇത് മാത്രമേ കത്തുന്നുള്ളൂ. കത്തുന്നില്ല. ഇത് പല ലൈറ്റ് ഉണ്ട്. ഇത് നമ്മളിപ്പോ റെഡി ആക്കിയത്. ഇത് കത്തുന്നുണ്ട്. എന്തോ ഒരു പ്രശ്നം നോക്കണം. അത് കത്തുന്നുണ്ടോ? കത്തുന്നുണ്ട്. കുറച്ച് ഭാഗം വരെ കത്തുന്നുണ്ട് ഇല്ലേ? അല്ല, ചെറിയ രീതിയിലാണ് കത്തുന്നത്. അപ്പൊ അതങ്ങ് മാറ്റിയായിരുന്നാ? അതങ്ങ് മാറ്റിയരെ. അഴിച്ചു നോക്കാം. ഹോളിനകത്ത് ഒരു കില്ലപ്പനി പോരും അത്. അത് കുഴപ്പമില്ല. കയ്യില് കൊതുക് അടിച്ചെന്ന് പറഞ്ഞോണ്ടിരിക്കും. ഇനി ഒരാൾ വരണോ? കൊതുകിനെ അടിച്ചോളാം. അത്രയുണ്ടോ? അവിടെ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ പിന്നെ കാറ്റടിക്കുമ്പോൾ ചിലപ്പോൾ താഴെ പോരുന്നല്ലോ എല്ലാം കൂടെ. ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ബൾബ് മേടിച്ചാൽ മതി. മേടിച്ചാൽ മതി. ഇത് ബാവയുടെ ഡെക്കറേഷനാണ് കേട്ടോ. എന്റെ ഐഡിയ തട്ടിയെടുക്കാൻ കുറെ പേര് ഇവിടെ ഇരിപ്പുണ്ട്. പുൽക്കൂട് ഉണ്ടാക്കാനും കുളം ഉണ്ടാക്കാനും റോഡ് ഉണ്ടാക്കാനും ഒക്കെ വാവയെ സമീപിക്കുക. അതെ. പിന്നെ ഇതിന്റെ പ്ലാനിങ്ങും പറയും. പ്ലാനിങ് ഇലക്ട്രിക് വർക്കും കൂട്ടനെ. പിന്നെ പ്ലാനിങ് ഫുള്ളായിട്ട് ഇവിടെ സൂപ്പർവൈസറുണ്ട്. സൂപ്പർവൈസറെ സമീപിക്കുക. നടക്കത്തില്ലായിരുന്നു. ഉണ്ടാ അപ്പൊ എങ്ങനെയുണ്ട് ഇത് പുൽക്കൂട്? അമ്മന്നില്ലേ നോക്കട്ടെ. കൊള്ളാം. പക്ഷെ നമ്മൾ ഇച്ചിരി ചെയ്യാനുണ്ട് കേട്ടോ. ആ ചെടിയൊക്കെ വെച്ചിട്ട് നാളെ ഇവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കണം. ചെരുപ്പ് ഈ ചെരുപ്പിന് എന്റെ ചെരുപ്പ് പൊട്ടി അപ്പുറം കിടക്കുന്നത്. അപ്പൊ ഞാനിവിടെ കിടന്ന് എന്ത് ദരിദ്രം പിടിച്ച നിങ്ങൾക്ക് ചെരുപ്പ് പോലും ഇല്ലല്ലോ. വേണ്ട പിന്നെന്തുവാ? ചെരുപ്പ് വേണ്ട, കൊട വേണ്ട, ഒരു സാധനങ്ങൾ ഇയാൾക്കുണ്ട്. അതുപോലാണോ ഞങ്ങളിങ്ങനെയൊക്കെ നോക്കൂടെ? ഞങ്ങള് ചെളിയിലും വെള്ളത്തിലും ഒക്കെ നടക്കുന്ന ഞങ്ങൾക്ക് ഇങ്ങനെ പറ്റൂ. വേറെ സാധനം അപ്പോൾ പരിപാടികളൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇത്രയും പരിപാടികൾ സെറ്റ്. ജസ്റ്റ് ആ വയറങ്ങ് എടുത്തു തരും, കുഴപ്പമില്ല. ആ ലൈറ്റ് സ്വിച്ച് ഒന്നിട്ട് ആവേ. അങ്ങേറ്റത്തെ സ്വിച്ച്, അങ്ങേറ്റത്തെ സ്വിച്ച് വയറൊന്ന് അണക്കി കൊടുത്തേ. ഇല്ല. അപ്പോൾ കണ്ണപ്പൻ എത്തി കേട്ടോ.
കണ്ണപ്പൻ എത്തിയിട്ടുണ്ട് പരിപാടിക്ക്. ഇപ്പം എന്താ വെച്ചാൽ ഇതിപ്പോൾ എന്തിനാന്നുള്ളത് മനസ്സിലായി കാണുന്ന സംഭവം. ഇതിങ്ങനെ ഇട്ട് ഞാനിത് ക്ലീൻ ചെയ്യുന്നത് ഭയങ്കര പാടായിരിക്കും അല്ലേ? അപ്പോൾ ഇന്നലെ ഞങ്ങൾക്ക് പ്രത്യേക സാഹചര്യം നിർത്തേണ്ടി വന്നു. ഇവിടെ അളക്കുന്നത് ആരാന്ന് നോക്കേ. സാറേ, മാഡം, ആ പെട്ടെന്നാടെ. ഫുൾ പണിയെടുത്തിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അച്ഛനുണ്ട്, അമ്മയോടെ ഇപ്പം ഉണ്ട്. അപ്പോൾ നമ്മുടെ പുൽക്കൂട് ഏകദേശം എല്ലാം സെറ്റായി. ഞങ്ങളിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല, ഞങ്ങൾ തകൃതിയായ പണി. ഇന്ന് തീർക്കണമായിരുന്നില്ലേ? ഇന്ന് തീർക്കണം, കാരണം ക്രിസ്മസ് അടുക്കും തോറും 9 മണിയായി. ഇപ്പോൾ 9 മണിയായി. 4 മണിയായപ്പോൾ തുടങ്ങിയ പരിപാടിയാണ്. ഓരോന്നും ചെയ്ത് മേക്കപ്പ് ചെയ്ത് വാവ നാളെ ഇടുക്കിക്കും പോകും. ക്രിസ്മസ് ആഘോഷിക്കാൻ വീട്ടിൽ പോകണം കേട്ടോ. നമ്മൾ 18-ാം തീയതി ഹാസ്റ്റലിലും പോകും. പിന്നെ ക്രിസ്മസ് ഇങ്ങ് അടുത്തു അല്ലേ? ആന്ന് കഴിയുമ്പോൾ ക്രിസ്മസ് അങ്ങ് കഴിയും. എന്തോ അതെല്ലാം എടുത്ത് എല്ലാം. പിന്നെ ഞാൻ ഇവിടെ കിടന്ന ലൈറ്റെല്ലാം, എൻ്റെ ഇന്നത്തെ പണി എന്ന് വെച്ചാൽ ലൈറ്റെല്ലാം സെറ്റാക്കി, കേടായി കിടന്ന ലൈറ്റെല്ലാം ഞാൻ മുറിച്ചും കണ്ടിച്ചും എല്ലാം പറ്റുന്ന രീതിയിലൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇത് ലാസ്റ്റ് കാണിക്കാം. എന്നാലിത് ഇവിടെ ഇപ്പോൾ നടക്കുന്ന പരിപാടി എന്ന് വെച്ചാൽ ഞങ്ങൾ മഞ്ഞുണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പം മഞ്ഞിടുക. നാളെ രാവിലെ പറന്നു പോയില്ലേ? കൊള്ളാം അല്ലേ? അത് ജോലിയാ, പറന്നു പോകാതിരിക്കട്ടെ. ഞാണ്ടാ കിടക്കട്ടെ. നമുക്ക് അത് കഴിഞ്ഞിട്ട് രാവിലെ പറന്നു പോകണേ തൂത്തുവാരി എടുക്കാം. പറക്കില്ല എന്നാണ് എൻ്റെ ഒരു ഊഹം. കാറ്റത്ത് ചിലപ്പം പറന്നു വെച്ചത്. അപ്പം മഞ്ഞ് വീഴുന്നേ ഉള്ളൂ. ക്രിസ്മസ് ആകുമ്പോഴത്തേനും ഫുള്ള് മഞ്ഞാവും അല്ലേ? മഴയാകുമ്പോൾ ഫുള്ള് പോവില്ലേ? മഴയ്ക്ക് സാധ്യത ഇന്ന് എല്ലാവരുമായിട്ടൊക്കെ തിരുവനന്തപുരം ജില്ലയ്ക്ക് പ്രഖ്യാപിച്ചു. മിക്കവാറും ഒരു ദിവസത്തേക്ക് ഇന്ന് പുൽക്കൂടും എല്ലാം ഉണ്ടാകത്തുള്ളൂ. മിക്കവാറും മഴ കൊണ്ടുപോയിരുന്നാൽ കൊള്ളാം അല്ലേ? അപ്പം ഞങ്ങൾ ഏകദേശം എല്ലാ പരിപാടികളും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ ഇതും കൂടി ഇട്ടിട്ട് കഴിഞ്ഞാൽ ഫിനിഷ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് കാണിക്കാം. അപ്പോൾ ലൈറ്റൊക്കെ അണച്ചതിന് ശേഷം അല്ലേ അതിലായിട്ട് കാണിക്കാം അല്ലേ ജി? ക്ഷീണം കേട്ടോ കൊച്ചിനെ. തലയിലൊക്കെ ഇരിക്കുന്നു ടെർമോക്കോള്. അപ്പോൾ അതാണ് പരിപാടി. അപ്പോൾ എന്തായാലും നമുക്ക് അതെന്തായാലും കാണിക്കാമല്ലേ? എന്നാ വാ. അപ്പോൾ അതെ, നമ്മുടെ പുൽക്കൂട് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ പുൽക്കൂട് നിങ്ങളെ കാണിക്കാൻ പോകട്ടോ. അപ്പം കണ്ണപ്പനോടെ പോയി എന്താ എടുക്കുന്നത്? ആണോ? കണ്ണപ്പൻ്റെ പരിപാടി ഹാപ്പി ക്രിസ്മസ് എഴുതിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതും കൂടെ സെറ്റ് ചെയ്തതിന് ശേഷം അവൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ കൂടെ അതും കൂടെ ചെയ്തതിന് ശേഷം നമുക്ക് ഇത് നിങ്ങളെ കാണിക്കട്ടെ. നമ്മുടെ 3 ദിവസം പണിയാണ് കേട്ടോ. അത്യാവശ്യം റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ലീയുടെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു പുൽക്കൂട് ഉണ്ടാക്കുക എന്നുള്ളത് അല്ലേ? എല്ലാ ദിവസവും ഉച്ചയാകുമ്പോൾ വാ എനിക്ക് പുൽക്കൂട് പണിയാൻ പറഞ്ഞ് ഞങ്ങളിവിടെ കൊണ്ടിരുത്തും. എന്നിട്ട് പണി വെച്ചിട്ടുണ്ട് ഇതേ ഇരിക്കുന്ന ആളെ. അപ്പം അതുകൂടെ വെച്ചതിന് ശേഷം കാണിക്കാം. ഓക്കെ. അപ്പോൾ അതെ ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് കേട്ടോ. ലൈറ്റെല്ലാം ഓഫ് ചെയ്താൽ അടിപൊളിയായിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അത് ചേച്ചി. അപ്പോൾ നമ്മൾ പറഞ്ഞാലോ, എല്ലാവരും ഒരുമിച്ച് പറയാം കേട്ടോ. അപ്പം കണ്ണപ്പനാണ് കേട്ടോ, കണ്ണപ്പനാണ് അവിടെ. അപ്പോൾ ലൈറ്റിൻ്റെ വെട്ടത്തിൻ്റെ പ്രശ്നം ഉണ്ടാവുമായിരിക്കും അല്ലേ? വെട്ടത്തിൻ്റെ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. കാണാം, എന്നാലും കുഴപ്പമില്ല. കാണാം എല്ലാവരും കാണാം. അപ്പോൾ നമ്മൾ കണ്ണപ്പനാണ് കേട്ടോ ലൈറ്റ് ഇടാൻ വേണ്ടി നമ്മുടെ ഫുൾ സെറ്റ് ഓണാക്കാൻ വേണ്ടി ഇരിക്കുന്നത്. അച്ഛൻ പോയി കിടന്ന് ഉറങ്ങിക്കളഞ്ഞ് ഉറങ്ങിയില്ല, അച്ഛൻ പോയി കിടന്നു 9:30 ആകുമ്പോഴേ. അപ്പോൾ സമയം ഒത്തിരി ലേറ്റ് ആവുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളിത് കാണിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ വർഷത്തെ ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് നേരുന്നു. ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും. അപ്പോൾ ഹാപ്പി ക്രിസ്മസ്. അതിന് നമുക്ക് ഒരുമിച്ച് കേട്ടോ. റെഡി 1 2 3 ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമുക്ക് നമ്മുടെ പുൽക്കൂട് അല്ലേ സ്വിച്ച് ഓൺ ചെയ്യാം അല്ലേ? സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കാൻ സ്വിച്ച് ഓൺ ചെയ്തത് പരിപാടി അല്ല, അതന്നെ 3 ദിവസം എടുത്തു. ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാവുന്ന പരിപാടി ആയിരുന്നു. പക്ഷേ പല കാരണങ്ങളായാലും ഇത് 3 ദിവസത്തേക്ക് എടുത്തു. അപ്പോൾ നമ്മുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ വിശിഷ്ട അതിഥി മിസ്റ്റർ കണ്ണപ്പൻ അവർകളാണ് സ്വിച്ച് ഓൺ കർമ്മം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം നമുക്ക് റെഡി 1 2 3 പറയുമ്പം അതെ 1 രൂപ പോലും ചെലവില്ലാത്ത അതെ 1 രൂപ പോലും ചെലവില്ല. സ്റ്റാർ വരെ അത് ഞാൻ പറഞ്ഞുതരാം അല്ലേ? വഴിയെ പറയാൻ സംഭവം അതിനെക്കുറിച്ച് അതിന് കാണിച്ചതിന് ശേഷം. അപ്പം റെഡി 1 2 3 ലിജി പറഞ്ഞോ. റെഡി 1 2 3 സ്റ്റാർട്ട്. അത് പറഞ്ഞിട്ടല്ലോ. ഞാൻ തിരിയുമ്പം
തിരിയുമ്പോൾ ലൈറ്റ് വിടണം. സെറ്റാക്കി വേണം കേട്ടോ. അപ്പോൾ നമുക്ക് പറയാം കേട്ടോ. റെഡി 1 2 ആയില്ല. അപ്പോൾ ഒന്നുകൂടെ ലിജി ഉറക്കം പറയടാ. റെഡി 1 2 3 സ്റ്റാർട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ. അത്രയ്ക്ക് ഗുമ്പ് വന്നില്ലെങ്കിലും അകത്തൊക്കെ ലൈറ്റ് കിടക്കുന്ന പറഞ്ഞേ അത്രയ്ക്ക് ഗുമ്പ് വന്നില്ലെങ്കിലും നമ്മുടെ കുറച്ച് ദിവസം പരിശ്രമമാണ് കേട്ടോ. പരിശ്രമം എന്ന് വെച്ചാൽ അപ്പോൾ ഇതാണ് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഞങ്ങളുടെ പരിപാടി പുൽക്കൂട്. അപ്പം എത്രത്തോളം ഭംഗിയുണ്ടായി എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻറ്റിൽ പറയാം കേട്ടോ. അപ്പോഴത്തേക്ക് ഹാപ്പി ക്രിസ്മസ് ബോർഡൊക്കെ കണപ്പം കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ലൈറ്റ് ഒരു ട്രീ ഒക്കെ ഇതൊക്കെ അവയുടെ ആയിട്ടാണ് ട്രീയും മറ്റ് സാധനങ്ങൾ. പിന്നെ മഞ്ഞ്, കുളത്തിൻ്റെ നിർമ്മാണം, കുളമുണ്ട്. കുളത്തിൻ്റെ സൈഡിലൊരു ആമ ഇരിപ്പുണ്ട്. ആമ അത് കാണാൻ പറ്റുമെന്ന് അറിയാം. താമരയുണ്ട്, അങ്ങനെ അതുണ്ട്. പിന്നെ ഇവിടെ ഇവിടെ എന്താ വെച്ചാൽ പുല്ല് കഴിക്കുന്ന ആട് അല്ലേ, ആട് വരെ ഉണ്ട്. പിന്നെ അതെ ഇത് പുൽക്കൂടിനകത്ത് ഒരാൾ മറിഞ്ഞു വിട്ടിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, ഒരു ചിലവില്ലാത്ത പരിപാടി വെച്ചാൽ അത് കഴിഞ്ഞ വർഷം തിരുവനന്തപുരം പാളയം പള്ളിയിൽ നിന്ന് മേടിച്ച സ്റ്റാറാണ് കേട്ടോ. പിന്നെ ആ കാണുന്ന സ്റ്റാറും പാളയം പള്ളിയിൽ നിന്ന് മേടിച്ച. പിന്നെ ഇത് ലിജിക്കൊരു ഗിഫ്റ്റ് ഇന്നലെ കിട്ടിയാണ് ഈ സ്റ്റാർ കേട്ടോ. നമ്മുടെ ഒരു കൊച്ചൻ ഗിഫ്റ്റ് കൊടുത്താണ് ഈ സ്റ്റാർ. പിന്നെ ഈ കിടക്കുന്ന മിന്നുന്ന ലൈറ്റെല്ലാം ഒരു 4 വർഷത്തോളം പഴക്കമുള്ള ലൈറ്റാണ്. അതെല്ലാം ഞങ്ങൾ ഏകദേശം റെഡിയാക്കി എടുത്തു. അപ്പോൾ ഇതാണ് കേട്ടോ പുൽക്കൂടിൻ്റെ വിശേഷം പറഞ്ഞ്. പുൽക്കൂട് 2 ദിവസമായിട്ട് ഞങ്ങൾ ചെയ്ത പുൽക്കൂട് ഇതാണ് കേട്ടോ. ഭയങ്കര ആഗ്രഹമായിരുന്നു ലിജിക്ക് ഇങ്ങനത്തെ ഒരു പുൽക്കൂട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പുള്ളിക്കാരുടെ ഒരു പരിശ്രമം പ്ലാനിങ് എല്ലാം കൊണ്ട് പിന്നെ ഞങ്ങളും അത് ഗംഭീരമായിട്ട് എല്ലാവരും ചെയ്തല്ലേ. അത് കാണിച്ചു ഹാപ്പി ക്രിസ്മസ് കാണിച്ചു. ഹാപ്പി ക്രിസ്മസ് അല്ല, അതെ അങ്ങനെ ഈ വർഷത്തെ ക്രിസ്മസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തല്ലേ. പിന്നെ വൈൻ മാത്രമേ ഉള്ളൂ ഇപ്രാവശ്യം റെഡിയാക്കാൻ പറ്റാതിരുന്നത്. അപ്പം അല്ലേ ജി ഹാപ്പിയാണോ? എഴുതേ ഹാപ്പിയാണോ? ഓക്കെ, ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു ഉമ്മയൊക്കെ തന്നു അടിപൊളിയായെന്നും പറഞ്ഞിട്ട് കേട്ടോ. അപ്പം ഇതാണ്. ഇനി ഈ സ്റ്റാർ ഇങ്ങനെ മിന്നി പോകുന്ന സംഭവങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആ സാധനം ഒന്നും മേടിക്കാൻ പറ്റില്ല. എന്നാലും തൽക്കാലം സ്റ്റാറും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ക്രിസ്മസ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു എല്ലാവർക്കും അല്ലേ. ഹാപ്പി ക്രിസ്മസ്. പറയ്. അതെ, അച്ഛനകത്ത് പോയി കിടന്ന് ഉറങ്ങിക്കളത്. ഇത്രയും നേരം വിട്ടിരുന്നാണ് കേട്ടോ. വെയിറ്റ് ചെയ്ത് വിശക്കെന്ന് പറഞ്ഞിട്ട് അകത്ത് വെക്കളത് അച്ഛൻ. അപ്പോൾ നാളെ പകല് ഇച്ചിരിയുടെ ഭംഗിയായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്രിസ്മസ് എഡിഷൻ പുൽക്കൂട് നിർമ്മാണത്തിൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു ഒരിക്കൽ കൂടി. ക്രിസ്മസ് ആശംസിക്കുക. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വേണ്ടേ എപ്പോഴും അല്ലേ. എപ്പോഴും നമ്മൾ ലേറ്റായി പോയി. ബാക്കി എല്ലാവരും ക്രിസ്മസ് ഒക്കെ എല്ലാം ശരിയായി സെറ്റാക്കി റെഡിയാക്കി. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബായ്. Bye. ഓട്ടോമാറ്റിക്കലി ഫ്ലാഷ് ഓൺ ആവില്ലേ? ഓഫ് ചെയ്യാൻ പറ്റൂ? ഫ്ലാഷ് ഉണ്ട്. കൂര കെട്ടിയിട്ടില്ലല്ലോ, അത് ഈ വശത്തേക്കും കൂടെ ആയത്. ഇറങ്ങിപ്പോയ അത് ശരിയാക്കാം. ഇങ്ങനെ നടന്നു വന്നിട്ട് നമുക്ക് കൊറേ വഴിയും ഡെയിലി നേരത്തെ